ഹായ് ഹലോ ഫ്രണ്ട്സ്, മഴതോർ മുംബൈ സീരിയൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വൈജു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയതിനു ശേഷം നേരെ വീട്ടിലേക്ക് വരാതെ വാടക വീട്ടിലേക്ക് താമസം മാറാൻ പോകാന്നുള്ള കാര്യങ്ങളൊക്കെ ബബിത കൃഷ്ണമോളോട് പറയുകയാണ്. അതറിയുമ്പോൾ കൃഷ്ണമോൾക്ക് ഒരുപാട് വിഷമമാവുന്നുണ്ട്. അത് മാത്രമല്ല, ഡിവൈഎസ്പിയോട് സഹായം ചോദിക്കാനും രോഹിയേട്ടനെ പുറത്തു കൊണ്ടുവരാനുള്ള മാർഗങ്ങൾ അന്വേഷിച്ച് അച്ഛനും അലിനി ചേച്ചിയും പോയിട്ടും അതൊന്നും നടന്നില്ലല്ലോ. എല്ലാം ഓർത്ത് ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ കൃഷ്ണമോള്. ബബുദേച്ചി അമ്മയെ കാണാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് പുതിയ വാടക വീടിന്റെ ഫോട്ടോയും വീഡിയോസും എല്ലാം ബബുദേച്ചിയെ കാണിച്ചു കൊടുത്തു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി നേരെ വാടക വീട്ടിലേക്കായിരിക്കും താമസം പോകുന്നതെന്ന് അമ്മ പറഞ്ഞത്. ബബുദേച്ചി അമ്മയുടെ കൂടെ പോകുമെന്ന് പറഞ്ഞു. അതുപോലെ രോഹിതേട്ടന്റെ കാര്യവും അങ്ങനെ തന്നെ. രോഹിതേട്ടനും അമ്മയുടെ കൂടെ പോകുമെന്ന് അമ്മ പറയുന്നെന്നൊക്കെ ബാലചന്ദ്രനോടും അതുപോലെ അലീനയോടും പറയുകയാണ് കേട്ടോ കൃഷ്ണമോള്. അപ്പോഴേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, പീഡനക്കേസിൽ അകത്തായ സ്വന്തം മകനെ രക്ഷിക്കാൻ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ. അതിന്റെ കൂടിയാ നിന്റെ അമ്മയുടെ ഇതുപോലുള്ള തോന്നിയാസങ്ങളും. മോളെ, ഞാനും ഒരു മനുഷ്യൻ തന്നെയാണ്. എന്റെ ഹൃദയം ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയതൊന്നും അല്ല. ഹൃദയ സംബന്ധമായ എല്ലാ അസ്വസ്ഥതകളും വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് ഞാൻ. ശാരീരികവും മാനസികവുമായി ഞാൻ വല്ലാതെ ടയേർഡായി മോളെ. എന്നിട്ടും നിന്റെ അമ്മയുടെ അഹങ്കാരം ഉണ്ടല്ലോ, അതെനിക്ക് ഒട്ടും അങ്ങോട്ടേക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോളെ എന്നൊക്കെ തന്നെ ബാലചന്ദ്രൻ വിഷമത്തോടെ പറയുകയാണ്. രോഹിത് ഇതുപോലൊരു ഊരാക്കുടുക്കി ചെന്ന് പെട്ട് നിൽക്കുന്ന സമയത്ത് ഒത്തൊരുമയോടെ നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കുകയല്ലേ ചെയ്യേണ്ടത്. ഈ സമയത്ത് ഇവൾ ഇതുപോലെ ഓരോ തീരുമാനം എടുക്കുന്നത് മോശമല്ലേ മോളെ? ഇതൊക്കെ ആരോട് പറയാൻ, ആര് കേൾക്കാൻ? അവളുടെ തലയിൽ ഇതൊന്നും കയറുകയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ബാലചന്ദ്രൻ സങ്കടപ്പെടുകയാണ്. കൃഷ്ണമോള് പറയുന്നുണ്ട്, അച്ഛൻ ഇങ്ങനെ അത് ഓർത്ത് വിഷമിക്കല്ലേ. അമ്മ പോകുന്നെങ്കിൽ പോട്ടെ, കുറച്ചു ദിവസം അമ്മ അവിടെ പോയി താമസിക്കുമ്പോൾ മനസ്സിലായിക്കോളും. അപ്പൊ അമ്മ തനിയെ ഇങ്ങോട്ടേക്ക് വന്നോളും. നമുക്ക് രോഹിയേട്ടനെ രക്ഷിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ നോക്കാം. പിന്നെ അമ്മയുടെ കാര്യമല്ലേ, അമ്മയുടെ ആങ്ങളമാരും ഒക്കെ കൂടി വരട്ടെ, വന്നിട്ട് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകട്ടെ എന്നൊക്കെ തന്നെ കൃഷ്ണമോള് പറയുകയാണെ. അപ്പോഴേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്തിന് അവളിങ്ങോട്ടേക്ക് വരണമെന്ന് എനിക്കൊരാഗ്രഹമില്ല മോളെ. അതിൻ്റെ ഒരു ആവശ്യമില്ല. അവളുടെ ഭർത്താവായി ഇനി അങ്ങോട്ടേക്ക് ജീവിക്കണമെന്നും എനിക്ക് ആഗ്രഹമില്ല. അവൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തോട്ടെ. അവൾ കേസുമായിട്ട് ഫാമിലി കോർട്ടിൽ എത്തുമല്ലോ. ആ സമയത്താണ് അവൾ ബാലചന്ദ്രന്റെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലാക്കാൻ പോകുന്നതെന്ന് പറയുകയാണ് കൃഷ്ണമോളുടെ അടുത്ത്. കൃഷ്ണമോള് പറയുന്നുണ്ട്, ഇപ്പോഴും അമ്മയുടെ സ്വഭാവത്തിന് കാര്യമായ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. വാടക വീട്ടിലേക്ക് പോയാലും അമ്മയുടെയും ബബിതേച്ചിയുടെ ഒക്കെ സ്വഭാവത്തിന് അധികം നാൾ അവിടെ പിടിച്ചെടുക്കാനൊന്നും പറ്റില്ല. അലിനി ചേച്ചി ഇവിടുന്ന് പറഞ്ഞു വിടാതെ ഈ വീടിന്റെ പടി പോലും ചവിട്ടുകയല്ലെന്നാ പറഞ്ഞേക്കുന്നത്. ഇപ്പോഴും അലിനി ചേച്ചി ഒരു ശത്രുവിനെ പോലെ അമ്മ കാണുന്നത്. അച്ഛനെ അലിനി ചേച്ചിയും ചേർത്ത് മോശമായ രീതിയിൽ അമ്മ സംസാരിക്കുന്നത് പോലും. എനിക്കത് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരുമെന്നൊക്കെ തന്നെ കൃഷ്ണമോള് പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോൾ അതൊന്നും തന്നെ കാര്യമാക്കണ്ട. അവളുടെ സ്വഭാവം നമുക്കറിയാവല്ലോ. പണ്ട് മുതൽക്ക് അവളുടെ സ്വഭാവം അങ്ങനെ തന്നെയാ. അവള് പിടിച്ചെടുത്ത് നിൽക്കണം എല്ലാ കാര്യങ്ങളും. അവിടുന്ന് ഒരു പൊടിക്ക് പോലും താഴെ അവളുടെ അഹങ്കാരവും അവളുടെ അഹംഭാവം ഒന്നും സമ്മതിക്കുകയല്ല. അവളെ ഇങ്ങനെ വളർത്തി വലുതാക്കി അവളുടെ അച്ഛനെയും അമ്മയും ആങ്ങളമാരെയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ. ആയ കാലത്ത് കണ്ടവന്മാരുടെ കൂടെ വ്യഭിചരിച്ച് നടന്നിട്ട് അതിലൊരു കൊച്ചിനെ ഉണ്ടാക്കിയിട്ട് അവസാനം എല്ലാവരും കൂടെ എൻ്റെ തലയിലോട്ട് കെട്ടിവെക്കുകയായിരുന്നു അവളെ. എന്നെ കുറ്റപ്പെടുത്താനോ അലീനെ കുറ്റപ്പെടുത്താനോ അവക്കും അവളുടെ വീട്ടുകാർക്കും ഒരു യോഗ്യതയും ഇല്ലെന്നൊക്കെ തന്നെ ബാലചന്ദ്രൻ തുറന്ന് പറയുക കേട്ടോ കൃഷ്ണമോളോട്. അപ്പോഴേക്കും കൃഷ്ണമോൾ ആകെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. ഇത്രയും കാലം അവൾ എന്നെ ചതിക്കുകയല്ലായിരുന്നു മോളെ. അവൾ മാത്രമല്ല, അവളുടെ അച്ഛനും അമ്മയും ആങ്ങളമാരും എല്ലാവരും കൂടെ ഒത്തുകൂടി കളിച്ച ഒരു നാടകം തന്നെ അല്ലായിരുന്നു ഇത്. ജീവിതാവസാനം വരെ ഇതൊന്നും അറിയാതെ ഒരു എച്ചിൽപ്പെട്ടിയെ പോലെ തന്നെ ജീവിച്ചങ്ങ് തീർന്നോളൂ എന്നൊക്കെ ആയിരിക്കും അവർ മനസ്സിൽ വിചാരിച്ചത്. എന്തായാലും ദൈവമായിട്ട് തന്നെ അലീനെ ഇവിടെ കൊണ്ട് എത്തിച്ചതും ഈ സത്യങ്ങളൊക്കെ ഇപ്പോഴെങ്കിലും അറിയാനും പറ്റിയത്. അതിന് ഞാൻ അവളോട് പകരം ചോദിക്കുമോളെ. എന്നെ ചതിച്ചതിനും എന്നെ വഞ്ചിച്ചതിനും ഒക്കെ അവളെ മാത്രമല്ല അവളുടെ ആങ്ങളമാരെ ഞാൻ കോർട്ടിൽ നിർത്തിപ്പൊരിക്കും എന്നൊക്കെ തന്നെ ബാലചന്ദ്രൻ പറയുകയാണെ. അപ്പോഴേക്കും കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, അച്ഛൻ ആ തീരുമാനം എടുത്തു കഴിഞ്ഞോ? അമ്മയുമായിട്ട് ഇനി മുന്നോട്ടൊരു ജീവിതം വേണ്ടെന്ന് തന്നെ അച്ഛൻ തീരുമാനിച്ചു കഴിഞ്ഞോ? അമ്മയായിട്ട് അച്ഛൻ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതേ മോളെ, ഇനി അവളെപ്പോലെ ഒരു സ്ത്രീയുമായിട്ട് അച്ഛൻ എങ്ങനെ മുന്നോട്ട് ജീവിക്കാനാ? ഇത്രയും നാളും അവളുടെ കൂടെ കഴിഞ്ഞാൽ തന്നെ എൻ്റെ ഈ ജന്മം തന്നെ പാഴായിപ്പോയതുപോലെ എനിക്ക് തോന്നുന്നത്. ഇനി അങ്ങോട്ടേക്കുള്ള കാലവും ആ വ്യഭിചരിച്ച് നടന്നവളുടെ കൂടെ ജീവിക്കാൻ എനിക്കാവില്ല. പക്ഷെ ഞാൻ ജീവിക്കും. എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ജീവിക്കും. എല്ലാം ഇട്ട് എറിഞ്ഞേച്ച് ജീവിതം അവസാനിപ്പിച്ച ജീവിതത്തിൽ തോറ്റുപോകാനായിട്ടല്ല ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. ഇനിയെങ്കിലും എനിക്ക് നല്ല അന്തസ്സായിട്ട് ജീവിക്കണം. അതിനുവേണ്ടി അച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതെന്നൊക്കെ തന്നെ കൃഷ്ണമോളോട് പറയുന്നുണ്ട് കേട്ടോ. നിനക്കറിയാവില്ല മോളെ, ഇത്രയും കാലം ഞാൻ എങ്ങനെ അവളെ പൊന്നുപോലെ കൊണ്ട് നടന്നേന്ന്. അവള് പറഞ്ഞതിനപ്പുറം വേറൊരു തീരുമാനമില്ലായിരുന്നു. അവളുടെ അടിമയെ പോലെയല്ലേ ഞാൻ ഈ വീട്ടിൽ ജീവിച്ചുകൊണ്ടിരുന്നത്. അവള് പറയുന്നതായിരുന്നു ഈ വീട്ടിലെ അവസാനത്തെ വാക്ക്. കാശുണ്ടാക്കാനും വീട്ടിലെ ചെലവുകൾ നടത്താനും ഒക്കെ മാത്രമായിരുന്നു അവൾക്ക് എന്നെ ആവശ്യം. എന്നിട്ടാ എന്നോടാണ് അവൾ ഇത്രയും വലിയൊരു ചതി ചെയ്തത്. അവക്കെങ്കിലും എന്നോടൊന്ന് തുറന്നു പറയാമായിരുന്നു. എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ് ഒരു കുറ്റസമ്മതം നടത്തിയാൽ മതിയായിരുന്നു. ഒരുപക്ഷെ ഞാനത് ക്ഷമിച്ചേനെ. പക്ഷെ അത്രയും വലിയൊരു തെറ്റിനെ മറച്ചു വെച്ചിട്ട് അവൾ അവളുടെ ഭാഗം ന്യായീകരിക്കാനല്ലേ മോളെ നോക്കിയത്. അതെങ്ങനെ ഈ അച്ഛനെ സഹിക്കാനാവും? എന്നെ അലീനെ ചേർത്ത് അവൾ എന്തൊക്കെ കഥകളാണ് ഉണ്ടാക്കിയത്.
നിങ്ങളെ മക്കളുടെ മുമ്പിൽ വെച്ച് പോലും അവൾ എന്തൊക്കെ രീതിയിലാണ് സംസാരിച്ചത്. അതൊന്നും ഈ അച്ഛൻ മറക്കുകയില്ല മോളെ. അവളുടെ അഹങ്കാരത്തിനും ധിക്കാരത്തിനും ഒക്കെ അവൾക്ക് നല്ലൊരു പനിഷ്മെന്റ് തന്നെ കിട്ടും. ഇത്രയും കാലം ഞാൻ അവളെ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ ഇപ്പം എൻ്റെ മനസ്സിൽ അവളോടുള്ള വെറുപ്പാണ്. അവളെ കാണുന്നത് പോലും എനിക്കിപ്പോൾ ഇഷ്ടമല്ല. ആരോടും അവൾക്ക് ഒരു മനസാക്ഷിയും ഇല്ല. രാക്ഷസി അവൾ അന്തസ്സായിട്ട് ജീവിക്കാനും അവളുടെ ആവശ്യങ്ങളൊക്കെ അവളെ നേടിയെടുക്കാനും വേണ്ടിയിട്ട് മാത്രം മോളെ അവൾക്ക് നമ്മളെയൊക്കെ ആവശ്യം. അല്ലാതെ അവൾക്ക് നമ്മളെ ഒന്നും ഒരാവശ്യവും ഇല്ല. ഈ കാണിക്കുന്നതൊക്കെ വെറും സ്നേഹ പ്രകടനങ്ങൾ മാത്രമാണ്. എല്ലാത്തിൻ്റെയും പിന്നിൽ അവൾക്ക് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, എന്നെ തോൽപ്പിക്കണം. ഞാൻ അവളുടെ മുമ്പിൽ തോൽക്കണം. അത് മാത്രമാണ് അവളുടെ മനസ്സിൽ. എന്നാ അവൾ ആ തോറ്റുകൊണ്ടിരിക്കുന്നുള്ളത് അവൾക്കറിയില്ലല്ലോ. കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. സമയം ആയിക്കോട്ടെ. എന്തായാലും ആ ഒടിഞ്ഞ കൈയും കാലും ഒക്കെ വെച്ചിട്ട് അവൾ വാടക വീട്ടിൽ പോയി കിടക്കട്ടെ. അപ്പോഴേ അവൾക്ക് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ മനസ്സിലാവുള്ളൂ. അവളെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ആരും ഉണ്ടാവില്ല. ബബിതയുടെ സ്വഭാവം നന്നായിട്ട് അറിയാമല്ലോ. ബബിത എത്രത്തോളം നോക്കും? പിന്നെ നല്ലൊരു ഹോം നേഴ്സിനെ പോലും കിട്ടാനില്ല. അവളുടെ കാര്യങ്ങളൊക്കെ അധോഗതിയിലാകും, അതെനിക്ക് ഉറപ്പാ. കുറച്ചൊക്കെ അനുഭവിക്കട്ടെ, എങ്കിലേ അവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. അതുപോലെ അവളുടെ ആങ്ങളമാർക്കും. സ്വന്തം പെങ്ങൾ കാണിച്ചു കൂട്ടുന്നൊക്കെ കാണുമ്പോഴേക്കേ അവർക്കും ദേഷ്യമായി തുടങ്ങും. അവസാനം അവർ തന്നെ ഇതിനൊക്കെ ഒരു പോംവഴി കണ്ടുപിടിക്കുകയും ചെയ്തോളും. അപ്പോഴായിരിക്കും ഞാൻ അവളെ അവിടെ ഇട്ട് വലിച്ചു കയറാനും പോകുന്നതെന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ബാലചന്ദ്രൻ ഈ പറയുന്ന കേൾക്കുമ്പോഴേക്കും കൃഷ്ണമ്മക്ക് സങ്കടമാവുകയാണേ. കൃഷ്ണമോള് പറയുന്നുണ്ട്, അച്ഛാ എന്നാലും നമ്മുടെ കുടുംബം സ്പ്ലിറ്റ് ആകാൻ പോവല്ലേ. അമ്മ ഒരു വഴിക്ക്, അച്ഛൻ ഒരു വഴിക്ക്. അമ്മയുടെ കൂടെ എന്തായാലും ബബിതേച്ചിയും രോഹിത്തേട്ടനും പോകും. ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ. പക്ഷേ അതല്ലോ ഇവിടെ കാര്യം. അവരങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും അച്ഛാ? ബബിതേച്ചിയുടെയും രോഹിത്തേട്ടൻ്റെയും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ. ഇവിടെ ആകുമ്പം ബബിതേച്ചിയെ ഒന്ന് പിടിച്ചിർത്താനെങ്കിലും നമുക്കാകും. അമ്മയുടെ അടുത്തേക്ക് ചെന്നാൽ ബബിതേച്ചി പിന്നെ കയറൂരി വിട്ടതുപോലെയാ. ബബിതേച്ചിയുടെ സ്വഭാവത്തിന് ബബിതേച്ചി എന്തെങ്കിലും ചതിക്കുഴിയിൽ പോയി പെട്ടുപോകുന്നൊക്കെ ഒരു പേടിയുണ്ട്. രോഹിത്തേട്ടൻ എന്തായാലും ഇപ്പോൾ ഒരു ജയിൽവാസം കഴിഞ്ഞിറങ്ങുന്നതുകൊണ്ട് അതിൻ്റെതായ മാറ്റം ഉണ്ടായേക്കാം. എന്നാലും അമ്മയ്ക്ക് ഇവരുടെ രണ്ടുപേരുടെയും കാര്യങ്ങൾ നോക്കാൻ കഴിയുമോ അച്ഛാ? എനിക്കതൊക്കെ ഓർക്കുമ്പോൾ ടെൻഷൻ ആവുന്നുണ്ട്. അലീന ചേച്ചിയോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം അലീന ചേച്ചിയും ആദ്യം സങ്കടപ്പെട്ടത് ഇത് ഓർത്തിട്ട് തന്നെയായിരുന്നു. ബബിതേച്ചിയും രോഹിത്തിനെയും ചേർത്ത് പിടിക്കേണ്ട സമയമാണിത്. അവരെ ഇങ്ങനെ കയറൂരി വിട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ മേലിൽ ഒരു നിയന്ത്രണമില്ലെങ്കിൽ അവർ ഉറപ്പായും വഴിതെറ്റി പോകുന്നൊക്കെ തന്നെ അലീന ചേച്ചിയും പറയുന്നത്. എന്തായാലും നമ്മുടെ കുടുംബം തന്നെ തകർന്നു പോയല്ലോ അച്ഛാ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അത് ഞാൻ മാത്രമല്ലല്ലോ മോളെ കാരണം. നിന്റെ അമ്മയുടെ പിടിവാശിയും കൂടിയല്ലേ ഇതിന് കാരണം. അവൾക്ക് വേണേ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി നേരെ ഇങ്ങോട്ടേക്ക് വരായിരുന്നു. അവളുടെ അഹങ്കാരവും ധിക്കാരവും വാശിയൊക്കെ ഉപേക്ഷിച്ച് അവൾക്ക് ഇവിടെ വന്ന് നിൽക്കാമല്ലോ. നിങ്ങളുടെ അമ്മയായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കത്തില്ലേ അവൾക്ക്? എല്ലാ കാര്യങ്ങളും അവളോട് പറഞ്ഞു നോക്കിയതല്ലേ മോളെ? ഞാൻ മാത്രമല്ല, അവളുടെ 3 ആങ്ങളമാരും പറഞ്ഞു നോക്കി. എന്നിട്ട് പോലും അവൾ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ലല്ലോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാന്നൊക്കെ തന്നെയാണ് ബാലചന്ദ്രൻ ചോദിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അവളെ ബലം പ്രയോഗിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാലും വിളിച്ചാൽ വിളിപ്പുറത്താ പോലീസുകാരെത്തുന്നത്. ഇവിടെ കൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്തുകയാണെന്നോ ഉപദ്രവിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒരു കള്ളക്കേസി കൊടുക്കാൻ നോക്കിയാൽ അതും കൂടെ ആയില്ലേ മോളെ? എന്തിനാ നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ച് ഇങ്ങനെ ബോധേഡാവുന്നേ? നമ്മളിപ്പോൾ അല്ലെങ്കിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടി അല്ലേ മോളെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയം കുടുംബം ഒന്നിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ടതാ. അതൊന്നും ചിന്തിക്കാൻ അവൾക്ക് ബുദ്ധിയില്ല. അവളുടെ മനസ്സിൽ നിറച്ച് കുശുമ്പും അസൂയയും അഹങ്കാരവും ഒക്കെ തന്നെയാ. എന്നത് അവളുടെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോന്നോ അന്നേ അവളൊരു സ്ത്രീയായിട്ട് മാറുള്ളൂ എന്നൊക്കെ തന്നെ പറയുകയാണേ. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, അച്ഛാ അത് പിന്നെ അമ്മ ഇങ്ങോട്ടേക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി തിരിച്ച് വന്നില്ലെങ്കിൽ അലീന ചേച്ചിയും പിന്നെ അധികം നാൾ ഇവിടെ കാണില്ലെന്നാണ് പറഞ്ഞത്. അലീന ചേച്ചി എങ്ങോട്ടേക്കെങ്കിലും പോകുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ചേച്ചി ഇങ്ങോട്ടേക്ക് വന്നേ പിന്നാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. പാവം അലീന ചേച്ചി ആകെ അമ്മയുടെ ഈ തീരുമാനത്തിന് മുമ്പിൽ പകച്ചു പോയി നിൽക്കുക. എന്ത് ചെയ്യണമെന്ന് ആ പാവത്തിനൊന്നും അറിയില്ല അച്ഛാ. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, മോളെ നീ എന്താ മോളെ ഈ പറയുന്നത്? അലീന എങ്ങോട്ടേക്ക് പോകാനാ? അവൾ എങ്ങോട്ടും പോവില്ല. അവളെ ഞാൻ എൻ്റെ മോളായിട്ട് ദത്തെടുത്ത് കഴിഞ്ഞു. അവളെ ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെയാണ് കാണുന്നത്. ആ അധികാരവും അവകാശവും എല്ലാം അവൾക്ക് ഉണ്ട് താനും. അതുകൊണ്ട് ഇവിടെ നമുക്ക് എല്ലാം ഇട്ടെറിഞ്ഞാൽ അങ്ങനെ പോകാനൊന്നും പറ്റത്തില്ല. ഇത് എൻ്റെ വീടാ. എൻ്റെ വീട്ടിൽ എൻ്റെ മകളായിട്ട് അവൾ ഇവിടെ തന്നെ ഉണ്ടാവും എന്നൊക്കെ തന്നെ പറയുകയാണ് ബാലചന്ദ്രൻ. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, അച്ഛാ അതുകൊണ്ടല്ല, അലീന ചേച്ചിക്ക് ഇവിടെ നിൽക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷേ അലീന ചേച്ചി കാരണമാണല്ലോ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അത് മാത്രമല്ല, അമ്മ ഇപ്പോൾ ഡിസ്ചാർജ് ആയി ഇങ്ങോട്ടേക്ക് വരാത്തതും അലീന ചേച്ചി ഇവിടെ ഉള്ളത് കൊണ്ടല്ലേ. അതുകൊണ്ടാണ് അലീന ചേച്ചി അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അലീന ഇവിടുന്ന് പോയാൽ വൈജി ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ളതൊക്കെ എനിക്കറിയാം മോളെ. അലീനയെ ഇവിടുന്ന് പറഞ്ഞു വിടാനുള്ള വഴികളാണല്ലോ അവൾ ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അലീനയെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് തുരത്തി ഓടിക്കണം. എന്നിട്ട് അവൾക്ക് തിരിച്ചു ഇങ്ങോട്ടേക്ക് തന്നെ വരണം. അതിനു വേണ്ടിയിട്ടൊക്കെയാണ് അവൾ ഇതുപോലുള്ള നാടകങ്ങളൊക്കെ കളിക്കുന്നത്. പക്ഷേ അതൊന്നും തന്നെ ഇനി ഇവിടെ വില പോവില്ല മോളെ. ഇനി ഇങ്ങോട്ടേക്കുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അച്ഛനാ. അച്ഛൻ പറയുന്ന പോലെ ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അലീനോട് ഈ വീട്ടിൽ നിൽക്കാൻ പറഞ്ഞത് ഞാനാ. അതുകൊണ്ട് എൻ്റെ സമ്മതമില്ലാതെ അലീനയ്ക്ക് എങ്ങോട്ടേക്കും പോകാൻ കഴിയില്ലെന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. കൃഷ്ണമോള് പറയുന്നുണ്ട്, അച്ഛാ അതുകൊണ്ടൊന്നും അല്ല, അലീന ചേച്ചിക്ക് ഇവിടെ നിൽക്കാൻ തന്നെ ഇഷ്ടം. പക്ഷേ ഈ കുടുംബം സ്പ്ലിറ്റ് ആകാൻ പോവല്ലേ, അത് ഓർക്കുമ്പോഴാ ചേച്ചിക്ക് വല്ലാത്ത വിഷമം.
അത് കണ്ട് സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ചേച്ചി അങ്ങനെ പറഞ്ഞത്. ചേച്ചിക്ക് അത് വല്ലാത്ത വിഷമാക്കിയിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ്. അല്ലെങ്കിൽ തന്നെ തലയ്ക്ക് മീതെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിന്റെ കൂട്ടത്തിലാണ് അമ്മയുടെ ഇതുപോലെയുള്ള തീരുമാനങ്ങളും. ഇപ്പൊ അമ്മയ്ക്ക് ഇതിന്റെ ഒരാവശ്യവും ഇല്ലായിരുന്നു. പിന്നൊരു കാര്യമുണ്ട് അച്ഛാ, അലിന ചേച്ചി ആരാന്നുള്ള സത്യം അമ്മ ഇതുവരെ അറിഞ്ഞിട്ടില്ലല്ലോ. അമ്മ പ്രസവിച്ച അമ്മയുടെ സ്വന്തം മോളാണ് അലിന ചേച്ചി എന്ന് അറിയുമ്പോഴേക്കും അലിന ചേച്ചിയെ സ്വീകരിക്കാൻ അമ്മ തയ്യാറാകുമായിരിക്കും. അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാലും ഒരുവിധം പ്രശ്നങ്ങളൊക്കെ തീരുകയല്ലേ അച്ഛാ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ അവള് വേറെ വാടക വീട്ടിലേക്ക് താമസം മാറിയാലും ഫാമിലി കോർട്ടിലെ ഹിയറിങ്ങിനെ വിളിപ്പിക്കുമ്പോഴേക്കും ഞാൻ ഈ സത്യം തുറന്നു പറയും. അവൾ എനിക്കെതിരെ ശക്തമായി പിടിക്കാൻ പോകുന്ന ആയുധം അലീനയാണ്. ഞാനും അങ്ങനെ തന്നെ. അലീനയാണ് എന്റെയും ആയുധം. അലീനയെ മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ അവളെ അവിടെ താർത്തെറിയാൻ പോകുന്നത്. അവളുടെ കല്യാണത്തിന് മുമ്പുള്ള ചരിത്രങ്ങളെല്ലാം ഞാൻ അവളെ കൊണ്ട് തന്നെ പറയിപ്പിക്കും. ആ സമയത്ത് അലീന ആരാന്നുള്ള സത്യങ്ങളും കൂടി അവൾ മനസ്സിലാക്കുമല്ലോ. അത് കഴിഞ്ഞിട്ടും അവൾ അലീനയെ സ്വീകരിക്കുകയോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാ മോളെ, പിന്നെ ഞാൻ ഒരിക്കലും അവളുടെ ഭർത്താവായി ജീവിക്കില്ല. നിയമപരമായി തന്നെ അവളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഞാനന്ന് അറുത്തു മുറിച്ച് കളയും. പിന്നെ അവളും ഞാനും തമ്മിൽ ഒരു ബന്ധവുമില്ല. അവൾക്ക് അവളുടെ വഴി, എനിക്ക് എന്റെ വഴി, അത്രയേ ഉള്ളൂ. അതാണ് ഇപ്പം എൻ്റെ മനസ്സിലെ തീരുമാനം എന്നൊക്കെ തന്നെ പറയുകയാണ് കേട്ടോ ബാലചന്ദ്രൻ. പിന്നെ അമ്മയുടെ സ്വഭാവം മനസ്സിലായി കഴിയുമ്പോഴേക്കും ഭവിതയും രോഹിത്തും ഒക്കെ അച്ഛൻ്റെ കൂടെ തന്നെ വരും. എനിക്ക് നിങ്ങളുടെ കാര്യം മാത്രം നോക്കേണ്ട കാര്യമുള്ളൂ. അവർ ഞാനാണ് ശരിയെന്ന് മനസ്സിലാക്കി എൻ്റെ അടുത്തേക്ക് വരുമെന്ന് തന്നെ എൻ്റെ വിശ്വാസം എന്നൊക്കെ പറയുന്നുണ്ട് ബാലചന്ദ്രൻ. എന്തായാലും മോളതൊക്കെ ഓർത്ത് വിഷമിക്കാതെ പോയി കിടക്കാൻ നോക്ക്. അച്ഛനും ഒന്ന് കിടക്കട്ടെ, അച്ഛനും ആകെ വല്ലാതെ ടയേർഡായി എന്നൊക്കെ തന്നെ പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അവിടെ നിന്ന് കയറി പോകുന്നുണ്ട്. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വിഷമിച്ചുകൊണ്ട് തന്നെയാണ് കൃഷ്ണമോള് അലീനയുടെ അടുത്തേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ അലീനയും ആകെ വിഷമത്തിലാണ് കേട്ടോ. വൈജ മേഡം വേറെ വീട്ടിലേക്ക് താമസം മാറും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊക്കെ പ്രാവർത്തികമാക്കുമെന്ന് ഒട്ടും തന്നെ വിചാരിച്ചതല്ല. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ നേരെ വീട്ടിലേക്ക് വരുമെന്നൊക്കെ തന്നെയാണ് അലീനയും വിചാരിച്ചിരുന്നത്. പക്ഷേ കാര്യങ്ങളൊക്കെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് സംഭവിച്ചത്. വൈജ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് തന്നെ ഒരു വീട് സെറ്റാക്കി എന്നൊക്കെ ഉള്ളത് അറിയുമ്പം അലീനയ്ക്കും ഭയങ്കര വിഷമമാവുന്നുണ്ട്. അതുപോലെ ഞാനിവിടെ ഉള്ളതുകൊണ്ടാണല്ലോ മേഡം ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാതെ വേറെ വാടക വീട്ടിലേക്ക് മാറുന്നതെന്നൊക്കെ ഓർക്കുമ്പം അതിലപ്പുറം വിഷമമാവുന്നുണ്ടേ. അത് മാത്രമല്ല ഈ ഒരു അവസ്ഥയിൽ സ്വന്തം അമ്മയ്ക്ക് വേണ്ട സഹായങ്ങളൊന്നും ചെയ്തു കൊടുക്കാനും പറ്റുന്നില്ല. അതുപോലെ തന്നെ ഭവിതയുടെയും രോഹിത്തിന്റെയും കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ അതിലപ്പുറം ടെൻഷനും ആവുന്നുണ്ട്. ഇവിടെ അച്ഛനും ഞാനും ഉണ്ടായിട്ട് പോലും രോഹിത്തിനും ഭവിതയും ഒന്ന് നിയന്ത്രിച്ച് നിർത്താൻ നമ്മളെ കൊണ്ടായില്ല. അവിടെ അമ്മ മാത്രമല്ലേ ഉള്ളൂ. അമ്മയ്ക്ക് എങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ നല്ലപോലെ നോക്കാൻ കഴിയും? അമ്മ പറഞ്ഞാൽ അവരനുസരിക്കുവോ? പ്രത്യേകിച്ച് ഭവിത. ഭവിതയ്ക്കാണെങ്കിലും അഹങ്കാരം അങ്ങ് തലയെ കയറി ഇരിക്കുകയാണല്ലോ. അവൾ ആര് പറഞ്ഞാലും അനുസരിക്കില്ല. മിക്കവാറും അവൾ ആരുടെയെങ്കിലും ചതിക്കുഴിയിൽ പോയി വീഴോന്നൊക്കെയുള്ള ഒരു പേടി നമ്മുടെ അലീനയ്ക്കുണ്ട്. അത് തന്നെയാണ് കേട്ടോ കൃഷ്ണമോളുടെ മനസ്സിൽ. എന്തായാലും രോഹിത്തേട്ടൻ ഇപ്പം നല്ലൊരു പണി കിട്ടിയോണ്ട് തന്നെ രോഹിത്തേട്ടൻ എന്തായാലും അടങ്ങി ഒതുങ്ങി ജീവിക്കുമായിരിക്കും. ഇനി ഇതുപോലുള്ള ചതിക്കുഴിയിലൊന്നും പോയി വീടില്ലായിരിക്കും. പക്ഷെ ഭവിതേച്ചിയുടെ കാര്യം അങ്ങനെയല്ലല്ലോ. ഭവിതേച്ചി ആര് പറഞ്ഞാലും വക വെക്കില്ലല്ലോ. അമ്മ പറഞ്ഞാലോ അച്ഛൻ പറഞ്ഞാലോ കൊല്ലപ്പള്ളിയിൽ നിന്ന് അങ്കിളുമാർ പറഞ്ഞാലോ ആര് പറഞ്ഞാലും വക വെക്കാതെ നടക്കുകയാണല്ലോ നമ്മുടെ ഭവിത. അത് മാത്രമല്ല ഭവിതയുടെ ഒരു വീഡിയോ കൂടി ഹരിയുടെ ഫ്രണ്ടിന്റെ കയ്യിലുണ്ട്. അതൊക്കെ അവരുടെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും ഒരു കൂസലുമില്ലാതാണ് ഭവിത വീണ്ടും മാമലുമായിട്ട് ചുറ്റി നടക്കുന്നത്. ഇനിയിപ്പോൾ ആരുടെ നിയന്ത്രണമില്ലാതെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഭവിതയുടെ ഇഷ്ടത്തിന് ഇറങ്ങി നടക്കുമെന്നും അത് ഇനിയും ഇതുപോലെ വലിയൊരു നാണക്കേടിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുമെന്നൊക്കെയാണ് ഇവർ ഓർത്ത് ഭയപ്പെടുന്നത്. എന്തായാലും കൃഷ്ണമോൾ ഒരു കാര്യം തീരുമാനിക്കുന്നുണ്ട്. അമ്മ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ അറിയിക്കണം. ഭവിതേച്ചി ഇവിടെ കിടന്ന് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്നൊക്കെയുള്ളത് അമ്മയും കൂടി അറിയട്ടെ. എന്നിട്ട് അമ്മ ഒരു തീരുമാനം എടുക്കട്ടെ എന്നൊക്കെ തന്നെ പറയുകയാണ്. നേരത്തെ ഭവിതേച്ചിയും രോഹിത്തേട്ടനൊക്കെ കാണിച്ചു കൂട്ടി എന്നൊക്കെ വിമർശിക്കുകയും അതുപോലെ കുറ്റപ്പെടുത്തുകയും അത് അച്ഛനോടും അമ്മയോടൊക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണല്ലോ ചേച്ചിയോട് അമ്മ ഇത്രയും വെറുപ്പും വിദ്വേഷവും ഒക്കെ കാണിച്ചത്. എന്തായാലും അമ്മയും കൂടെ ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ അറിയട്ടെ. രോഹിത്തേട്ടൻ ചെയ്ത തെറ്റുകളൊക്കെ മറച്ചു വെച്ച് അമ്മ രോഹിത്തേട്ടനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കില്ലായിരുന്നോ ചെയ്തത്? അതുകൊണ്ട് ഇപ്പോൾ രോഹിത്തേട്ടൻ എന്താ പറ്റിയത്? ജയിലിൽ കിടക്കേണ്ട അവസ്ഥ ഉണ്ടായി. ഭവിതേച്ചി വേണമെങ്കിൽ അമ്മ തന്നെ നിയന്ത്രിക്കട്ടെ. എന്തായാലും അമ്മയോട് കാര്യങ്ങളൊക്കെ പറയാൻ പോവാന്നൊക്കെ തന്നെ അലീനയോട് പറയുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, വേണ്ട മോളെ, ഇപ്പം അമ്മയോട് നീ ഒന്നും പറയാൻ നിൽക്കണ്ട. ഇപ്പോൾ രോഹിത്തിൻ്റെ കാര്യം തന്നെ നമ്മളെല്ലാവരും ആകെ വല്ലാതെ വിഷമിച്ചിരിക്കുകയല്ലേ. അതുകൊണ്ട് ബബിതയുടെ കാര്യങ്ങളൊക്കെ കൂടി പറഞ്ഞ് വെറുതെ മേഡത്തിനെ വിഷമിപ്പിക്കണ്ടെന്നൊക്കെ തന്നെയാണ് അലീന പറയുന്നത്. കൃഷ്ണമോൾ പറയുന്നുണ്ട്, ഇല്ല ചേച്ചി, ഇത് അമ്മയെ അറിയിക്കേണ്ട കാര്യം തന്നെയാണ്. ഇനി ഇത് മൂടി വെച്ചാൽ ശരിയാവില്ല. ഒന്നാമതേ അമ്മയ്ക്ക് അമ്മയുടെ കാര്യം പോലും നോക്കാൻ വയ്യാത്തൊരു സിറ്റുവേഷനാണ് ഇപ്പം. ആ സമയത്ത് ഇവരെയൊക്കെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇവരെയൊക്കെ ആര് നോക്കുന്നും കണ്ട? അച്ഛനും അമ്മയും ലീഗലായിട്ട് പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ കാര്യങ്ങൾക്ക് കൂടി ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ ചേച്ചി? അല്ലെങ്കിൽ രണ്ടുപേരും പിന്നെയും വഴിപിഴച്ച് പോകും. അവരുടെ ഭാവി തന്നെ ഇല്ലാതായി പോകും. അതൊക്കെ അമ്മയും കൂടി ഒന്ന് മനസ്സിലാക്കട്ടെ എന്നൊക്കെ തന്നെ കൃഷ്ണമോൾ പറയുകയാണ്. എന്തായാലും വൈജി ഇങ്ങനെ ഒരു തീരുമാനമായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെ അലീനയ്ക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ. പിറ്റേന്ന് കൃഷ്ണമോള് വൈജിയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. അന്നേരം വൈജിയോട് ഈ ഭവിതയുടെ കാര്യങ്ങളൊക്കെ പറയണമെന്നൊക്കെ ഓർത്തോടാണ് കേട്ടോ ചെല്ലുന്നത്. ചെന്ന പാടെ തന്നെ നമ്മുടെ വൈജ കൃഷ്ണമോളോട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. രോഹിയെ രക്ഷിക്കാനാന്നും പറഞ്ഞ് ആ മറ്റവള് നിന്റെ അച്ഛനെയും കൂട്ടിക്കൊണ്ട് പോയല്ലോ, എന്നിട്ട് നീ ആ കാര്യമൊക്കെ എന്നോട് വിളിച്ച് പറയാത്തത് എന്താ? എന്നെ വേണ്ട ആ കാര്യങ്ങളൊക്കെ ആദ്യം വിളിച്ച് അറിയിക്കാൻ.
നീ നിന്റെ അച്ഛനെ സപ്പോർട്ട് ചെയ്യുകയല്ലേ ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കും നീ എന്നോട് പറയാത്തത്. എന്തായാലും അറിയേണ്ട കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ പറഞ്ഞിട്ടാണെങ്കിലും ഞാൻ അറിയുന്നുണ്ട് എന്നൊക്കെ പറയുക കേട്ടോ നമ്മുടെ വൈജ. അപ്പോഴേക്കും കൃഷ്ണമോള് പറയുന്നുണ്ട്, അതെ അവരങ്ങോട്ടേക്ക് പോയി DYSPയെ കണ്ട് സഹായം ചോദിക്കാനാണ് പോയത്. പക്ഷെ പോയ കാര്യമൊന്നും നടന്നില്ല. പോയ പോലെ തന്നെ അവർ തിരിച്ചു വന്നു എന്നും പറയുക കേട്ടോ നമ്മുടെ കൃഷ്ണമോള്. സ്വന്തം മകന്റെ കാര്യമാണെങ്കിലും പോയ കാര്യം നടന്നില്ല എന്ന് കേൾക്കുമ്പോഴേക്കും വൈജയ്ക്ക് മനസ്സിലൊരു കുളിർമയുണ്ട്. കാരണം അലീനയുടെ സഹായം കൊണ്ട് രോഹിത് പുറത്തിറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു വൈജയുടെ മട്ടും ഭാവവും ഒക്കെ കാണുമ്പോഴേക്കും തന്നെ കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, അല്ല അമ്മ ഇത് എന്ത് ഉദ്ദേശിച്ചാ? അമ്മ അച്ഛനുമായിട്ട് വേർപിരിയാൻ തന്നെ തീരുമാനിച്ചോ? ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി നേരെ വാടക വീട്ടിലേക്ക് പോകാന്നൊക്കെ ബബിതേച്ചി പറഞ്ഞല്ലോ. അമ്മ വീടൊക്കെ ഇവിടെ കിടന്നുകൊണ്ട് തന്നെ സെറ്റ് ചെയ്തു അല്ലേ? അച്ഛനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണോ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇവിടെ തോറ്റു പോകാൻ പോകുന്നത് അമ്മ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ കൃഷ്ണമോള്. അപ്പോഴേക്കും വൈജ പറയുന്നുണ്ട്, അതേടി നീ അങ്ങനെ പറയുള്ളൂ എന്നൊക്കെ എനിക്കറിയാം. ഇത് പറയാൻ വേണ്ടിയിട്ടാണോ ഇപ്പൊ നീ വന്നത്? ഞാൻ വേറെ വീടെടുത്തു. ഇവിടെ കിടന്നോണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെയല്ലേ നിങ്ങൾ വിചാരിച്ചോണ്ടിരുന്നത്? ഇവിടെ കിടന്നോണ്ടും വൈജ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നല്ല ഒന്നാന്തരം വീട് ഞാൻ നോക്കിയിട്ടുണ്ട്. എന്റെ കൂടെ അങ്ങോട്ടേക്ക് ബബിതയും രോഹിത്തും വരും. നിന്നെ ഞാൻ വിളിച്ചതല്ലേ, അപ്പൊ നിനക്ക് വരാൻ താല്പര്യം ഇല്ലെന്നല്ലേ നീ പറഞ്ഞേ? നീ നിന്റെ അച്ഛനെയും ആ പിഴച്ചവളെയും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ? ഇപ്പൊ ഒന്നും നിനക്ക് മനസ്സിലാകില്ല, പക്ഷെ പിന്നെ നിനക്ക് മനസ്സിലാകും അമ്മ പറഞ്ഞതായിരുന്നു ശരിയെന്ന്. അന്നേരം നീ എൻ്റെ അടുത്തോട്ട് തന്നെ വരും, എനിക്കറിയാം എന്നൊക്കെ പറയാട്ടോ വൈജ. അപ്പോഴേക്കും കൃഷ്ണമോള് പറയുന്നുണ്ട്, ഇല്ലമ്മേ അമ്മ അങ്ങനെ വിചാരിക്കണ്ട, അത് അമ്മയുടെ തെറ്റിദ്ധാരണ മാത്രമാ. എൻ്റെ അച്ഛൻ്റെ ഭാഗത്ത് ന്യായമുണ്ടെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് അച്ഛനെ ഉപേക്ഷിച്ച് ഞാൻ എങ്ങോട്ടേക്കും വരില്ല. അതുപോലെ തന്നെ ആരാ ശരി ആരാ തെറ്റെന്നൊക്കെ ഉള്ളത് എനിക്കറിയാം അമ്മേ. അതുകൊണ്ട് അമ്മ കൂടുതൽ ന്യായമൊന്നും പറയാൻ നിൽക്കേണ്ടെന്നൊക്കെ തന്നെ കൃഷ്ണമോള് പറയുകയാണേ. ഇതെന്താണ് നീ എന്നോട് ഇങ്ങനെ പറയുന്നത്? ഞാൻ നിന്നെ അന്യാണോ? ഞാൻ നിന്നെ പ്രസവിച്ച് നിന്റെ സ്വന്തം അമ്മയല്ലടി. എന്നിട്ടാണോട് നീ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതൊക്കെ ദേഷ്യപ്പെട്ട് തന്നെ വായിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ കൃഷ്ണമോള് പറയുന്നുണ്ട്, അമ്മേ ഇതൊക്കെ എനിക്കറിയാം, അമ്മ ഇനി അത് കൂടുതൽ പറയാനൊന്നും നിൽക്കണ്ട. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമ്മ ഇതുപോലൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്നത് അത് അമ്മയ്ക്ക് തന്നെ ദോഷം ചെയ്യുള്ളൂ. അത് പറയാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ വേറൊരു കാര്യം, അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ നേരെ വാടക വീട്ടിലേക്ക് പോയാലും ബബുദേശിയും രോഹിത്തേട്ടനെയൊക്കെ ആര് നോക്കുന്ന അമ്മ ഈ വിചാരിക്കുന്നത്? അമ്മയ്ക്ക് അമ്മയുടെ കാര്യം പോലും മര്യാദയ്ക്ക് നോക്കാൻ കഴിയില്ല. മറ്റൊരാളുടെ സഹായമില്ലാതെ അമ്മയ്ക്ക് ഒന്നും ചെയ്യാനാവില്ല. ബബിതേച്ചിയും രോഹിത്തേട്ടനും ഒക്കെ ഇപ്പൊ തന്നെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്നൊക്കെ കണ്ടില്ലേ? ബബിതേച്ചിയുടെ കാര്യം അമ്മയ്ക്ക് അറിയാവോ? ബബിതേച്ചിയെ അമ്മ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നത് സൂക്ഷിച്ചോണം. ബബിതേച്ചിയെ അമ്മ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോയാലും ബബിതേച്ചിയുടെ മേലിൽ അമ്മയുടെ കണ്ണ് എപ്പോഴും ഉണ്ടാവണം. കാരണം കൈവിട്ട കളികളൊക്കെയാണ് ബബിതേച്ചി കളിക്കുന്നത്. രോഹിത്തേട്ടൻ ചെന്ന് വീണ പോലെ ഒരു ചതിക്കുഴിയിലേക്ക് ബബിതേച്ചി ഏതു നേരവും വീഴും. രോഹിത്തേട്ടനെ വീഴ്ത്തിയ പോലെ ചതിക്കുഴിയിലേക്ക് വീഴ്ത്താൻ തക്കം പാത്ത് നടക്കുന്നവരാ ചുറ്റുമുള്ളവരും. പക്ഷെ ബബിതേച്ചിയോട് ഞങ്ങൾ പറഞ്ഞാൽ ബബിതേച്ചി അതൊന്നും കേൾക്കാറില്ല. ഇതിനോടകം പലതവണ വീട്ടിൽ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും അമ്മ അറിഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുമ്പോഴേക്കും വൈജി ചോദിക്കുന്നുണ്ട്, എന്താ അവിടെ നടന്നിട്ടുള്ളത്? അതൊന്നും എന്നോട് ആരും പറയില്ലല്ലോ. ഹോസ്പിറ്റലിൽ കയറിയ പിന്നെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ പറഞ്ഞല്ലേ ഞാൻ അറിയുന്നത്. സ്വന്തം മക്കൾ പോലും അമ്മയെ വിളിച്ച് ഒരു കാര്യവും പറയാറില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും, അങ്ങനെ പറയാൻ മാത്രം നല്ല കാര്യമൊന്നും അല്ല അമ്മേ. അമ്മയുടെ മോള് കാണിച്ചു കൂട്ടി വെക്കുന്നതൊക്കെ അമ്മ അറിയാതിരിക്കുന്നത് തന്നെ നല്ലത്. അമ്മ ഓർക്കുന്നുണ്ടോ അമ്മ ഹോസ്പിറ്റലിലായി കുറച്ച് ദിവസം രോഹിയേട്ടനും അതുപോലെ ബബിതേച്ചിയും കൊല്ലപ്പള്ളി പോയി നിന്നത്? അന്ന് അവിടുന്ന് അവർ തിരിച്ചു വന്നതിന് കാരണം എന്തെന്നറിയാവോ? അവിടുത്തെ ഹരിയും ബബിതേച്ചിയും തമ്മിൽ എന്തോ ഒരു തർക്കം ഉണ്ടായി. ഹരിയേട്ടന്റെ ഫോണൊക്കെ തല്ലിപ്പൊട്ടിച്ചിട്ടാണ് ബബിതേച്ചി അന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നത്. അതിന്റെ പിന്നിലും ചെറിയ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്നാണ് മനുവേട്ടൻ പറഞ്ഞത്. അതുപോലെ തന്നെ ബബിതേച്ചി ഒരു ദിവസം ഒരുത്തന്നെ വീട്ടിൽ വിളിച്ച് കയറ്റി അമ്മ ഓർക്കുന്നുണ്ടോ? ഫ്രണ്ടാന്നും പറഞ്ഞ് അവനെ വീണ്ടും ബബിതേച്ചി വീട്ടിൽ വിളിച്ച് കയറ്റിയിട്ടുണ്ട്. ഇതൊക്കെ അലിന ചേച്ചി കണ്ടുപിടിക്കുകയും ചെയ്തതാ. അതുകൊണ്ട് അലിന ചേച്ചിയോട് അവൾക്ക് ഇത്ര ദേഷ്യം. ഇതൊന്നും അലിന ചേച്ചി ഇതുവരെ അച്ഛനോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നൊക്കെ ഉള്ളത് അമ്മയ്ക്ക് ഊഹിക്കാമല്ലോ. അത് മാത്രമല്ല ബബിതേച്ചി നമ്മളെ കൈവിട്ട് പോവും അമ്മേ. നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തൊന്നും കാര്യങ്ങൾ നിന്നെന്ന് വരില്ല. അവന്റെ കൂടെ അവൻ വിളിക്കുന്നിടത്തേക്ക് എല്ലാം ബബിതേച്ചി പോകുന്നുണ്ട്. അമ്മ ബബിതേച്ചിയെ വേണ്ട രീതിക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ആകെ കുഴപ്പത്തിലാവും എന്നൊക്കെ പറയാട്ടോ. അപ്പോഴേക്കും നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ബബിത അങ്ങനെയൊക്കെ കാണിക്കുന്ന എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ അവള് പറഞ്ഞുണ്ടാക്കിയതായിരിക്കും ആ അലീന. അവളല്ലേ ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അലീനെ കുറ്റപ്പെടുത്തുകയാണോട്ടോ വൈജ ആ സമയത്തും. അപ്പോഴേക്കും കൃഷ്ണമോള് പറയുന്നുണ്ട്, എനിക്കറിയാം ഇത് ഞാൻ പറയുമ്പോൾ അമ്മ ഇങ്ങനെ പറയുള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് അമ്മയെ കാണിക്കാൻ ഞാൻ തെളിവ് സഹിതം കൊണ്ടുവന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അമലിന്റെ കൂടെ കെട്ടിപ്പിടിച്ച് നടക്കുന്നതും അവന്റെ പുറകെ ബൈക്കിൽ കയറി ഇരുന്ന് പോകുന്നതും ഒരുമിച്ച് കൂൾബാറിലിരുന്ന് ജ്യൂസ് കുടിക്കുന്നതും അങ്ങനെ പല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ കൃഷ്ണമോള്. വൈജ ആകെ ഇങ്ങനെ ഷോക്കായി നിൽക്കുകയാണ്. അത് മാത്രമല്ല ബബിതേച്ചിയുടെ എന്തോ ഒരു രഹസ്യം ഹരിയേട്ടൻ എന്ന് മനസ്സിലാക്കി. അത് ചോദ്യം ചെയ്തതിനാ അന്ന് ഹരിയേട്ടന്റെ ഫോണ് ബബിതേച്ചി തല്ലി പൊട്ടിച്ചത്. അതിന്റെ പിന്നിലും എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും എന്താണെന്നറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, അതിന്റെ പേരും പറഞ്ഞ ബബിതേച്ചി മനുവേട്ടനൊക്കെ വന്ന് കാണുകയൊക്കെ ചെയ്യുന്നായിരുന്നു. അതിൽ പിന്നെ ബബിതേച്ചി ഒരു പൊടിക്ക് ഒതുങ്ങി നടക്കുന്നത്. എന്നാലും ബബിതേച്ചി ഫുൾ ടൈം അവനുമായിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നത്. ബബിതേച്ചി എന്തായാലും അമ്മ സൂക്ഷിക്കുന്നത് നല്ലതാ. വാടക വീട്ടിലേക്ക് താമസം മാറിയാലേ അവരൊക്കെ അവരുടെ തോന്നിയ വഴിക്ക് നടക്കുമെന്നൊക്കെ തന്നെ പറയുകയാണ് കൃഷ്ണമോള്.
അവസാനം അമ്മയെ കണ്ടുപിടിച്ച് അമ്മയുടെ വഴിയിൽ തന്നെ പോകാതിരുന്നാൽ മതി എന്ന് പറയുമ്പോഴേക്കും വൈജു ചോദിക്കുന്നുണ്ട്, നീ എന്താടി അങ്ങനെ പറഞ്ഞത്? നീ എന്തുദ്ദേശിച്ചാടി അങ്ങനെ പറഞ്ഞത്? ഞാനാണ് അവളെ ചീത്തയാക്കുന്നത്? ഞാൻ ഏത് മോശം വഴിക്കാടി നടന്നിട്ടുള്ളതെന്നൊക്കെ തന്നെ ചോദിച്ചുകൊണ്ട് തന്നെ വൈജ കൃഷ്ണമോളോട് ചൂടാകുകയാണ്. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, അയ്യോ ഞാൻ ഉദ്ദേശിച്ചത് അതൊന്നും അല്ലമ്മേ. അമ്മയുടെ അഹങ്കാരവും എടുത്തുചാട്ടവും ഒക്കെ അതേപോലെ തന്നെ ബബിതേച്ചിക്കും ഉണ്ട്. അങ്ങനെ എടുത്തു ചാടി വല്ല കുഴിയിലും ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ചേച്ചി വല്ല അബദ്ധത്തിലും ചെന്ന് പെട്ടാലുള്ള അവസ്ഥ അറിയാമല്ലോ. ഇപ്പൊ തന്നെ രോഹിയേട്ടന്റെ പ്രശ്നത്തിൽ നാറിട്ട് വെളിയിലേക്ക് ഇറങ്ങാൻ വയ്യാത്തൊരവസ്ഥയിലിരിക്കുക. അതിന്റെ കൂട്ടത്തിൽ ഇനി ബബുദേശിയും കൂടെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിലേ അതോടുകൂടി ജീവിതം അവസാനിപ്പിക്കുന്ന തന്നെ നല്ലത്. പിന്നെ ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് പോലും നോക്കാൻ കഴിയുകയില്ല. ചേച്ചി ഇപ്പൊ അമ്മയുടെ അടുത്തേക്ക് വരാൻ തുള്ളിക്കൊണ്ട് നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അമ്മയുടെ അടുത്താകുമ്പോൾ ചേച്ചിയുടെ ഇഷ്ടത്തിന് ചേച്ചിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാമല്ലോ. ഫുൾ ടൈം ഫോണിൽ നോക്കിയിരിക്കാം, അവന്റെ കൂടെ പുറത്തേക്കൊക്കെ പോകാം, ആരും നിയന്ത്രിക്കാനില്ലല്ലോ. അതുകൊണ്ട് എന്തും ആകാമെന്നൊരു തോന്നലുണ്ട് ബബുദേശിക്ക്. അതുകൊണ്ട് ആ അമ്മയുടെ കൂടെ വരാൻ തുള്ളി നിൽക്കുന്നതെന്നൊക്കെ തന്നെ പറയുകയാണ് കൃഷ്ണമോള്. എന്തായാലും ഇവർ തെറ്റായ വഴിയിലേക്ക് പോകാതിരിക്കാനായിട്ട് ഇവരെ നിയന്ത്രിക്കുകയും ശകാരിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണല്ലോ ഇവർക്ക് അലിന ചേച്ചി ഇഷ്ടമല്ലാത്തത്. അതുകൊണ്ട് ഇനി എന്തായാലും അമ്മ തന്നെ ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മുടെ കൃഷ്ണമോൾ അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. അങ്ങനെ ബബിതയുടെ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ആകെ ഷോക്കായി ഇരിക്കുകയാണ് നമ്മുടെ വൈജ. ഇതിനിടയിൽ ബബിത ഇതുപോലെയുള്ള തോന്നിയാസങ്ങളൊക്കെ കാണിച്ചു എന്ന് പറയുമ്പോഴേക്കും വൈജയ്ക്ക് അത് ഒട്ടും തന്നെ വിശ്വസിക്കാനും ആവുന്നില്ല. ഇവളെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ കൃഷ്ണമോൾ പറഞ്ഞ പോലെ തന്നെ ഇവളുടെ പിറകെ നടക്കാനോ ഇവളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ എനിക്ക് പറ്റിയെന്ന് വരില്ലല്ലോ. പിന്നെ ബബിതയുടെ ഒരു സ്വഭാവം അവൾ ആര് പറഞ്ഞാലും അനുസരിക്കത്തുമില്ല. അവൾ അവൾക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെയാണല്ലോ ചെയ്യുന്നത്. ഇവളും ഇനി വല്ല ചതിക്കുഴിയിലും പോയി ചെന്ന് പെടുവോന്നൊക്കെയുള്ള ഒരു പേടി നമ്മുടെ വൈജയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ വൈജ കൃഷ്ണമോള് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വല്ലാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. എന്നാലും ബാലചന്ദ്രന്റെ മുമ്പിൽ തോൽക്കാൻ ഒട്ടും തന്നെ തയ്യാറല്ല. ബബിതയെ വിളിച്ച് അവളോട് കാര്യങ്ങളൊക്കെ ചോദിക്കണം. ഈ കേട്ടതൊക്കെ സത്യമാണെന്നുള്ളത് അവളോട് തന്നെ ചോദിച്ചറിയണം. അങ്ങനെ ഒരു ഉദ്ദേശം കൊണ്ടാണ് അവൾ എൻ്റെ കൂടെ വരുന്നതെങ്കിൽ അത് പാടെ അവസാനിപ്പിക്കണം. എന്തായാലും അവൾ ഇങ്ങോട്ടേക്ക് വരട്ടെ, അവക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വൈജ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്